ആക്രമണ സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായ അനൗൺസ്മെന്റ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇതേ രീതിയിലായിരിക്കണം നമ്മുടെ പൗരന്മാർ പെരുമാറേണ്ടത്. അതിനായുള്ള അടിസ്ഥാന പരിശീലനമാണ് ഇപ്പോൾ രാജ്യത്ത് 244 കേന്ദ്രങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിലെ മോക്ക് ഡ്രിൽ തുടരുന്നു. എങ്ങനെയാണ് അടിയന്തര സാഹചര്യത്തിൽ ഒരു ദുരന്ത പ്രതികരണ സേനയായി രാജ്യത്തെ പൗരന്മാർ ഒന്നടങ്കം മാറേണ്ടത്, വിവിധ സേനാ വിഭാഗങ്ങൾ മാറേണ്ടത്, വിവിധ റെസ്ക്യൂ വിഭാഗങ്ങൾ മാറേണ്ടത് എന്നതിന്റെ പരിശീലനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടുകളിൽ ഫാമിലി ഡ്രിൽ നടത്തണമെന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ പരിക്കേറ്റവരെ, ഗുരുതരമായി പരിക്കേറ്റവരെയൊക്കെ അവിടെ നിന്ന് നീക്കേണ്ടത് എങ്ങനെ, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നേരിടേണ്ടത്, ഇതെല്ലാം ഇപ്പോൾ ഒരു പരിശീലനമായി, ഒരു മോക്ക് ഡ്രില്ലായി നമ്മൾ കാണുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടപ്പാക്കിയിരിക്കുന്നു. അതിനു മുൻപ് തന്നെ അനൗൺസ് ചെയ്തതാണ് ഈ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രിൽ ഇപ്പോൾ തുടരുകയാണ്. നമുക്കൊപ്പം സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, രാജ്യവ്യാപകമായുള്ള മോക്ക് ഡ്രിൽ അത് കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ എങ്ങനെ പുരോഗമിക്കുന്നു? സുനിഷ അയലൂരുണ്ട്. സുനിഷ അയലൂർ, തിരുവനന്തപുരത്തെ മോക്ക് ഡ്രിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഷയലൂരും സജോ ദേവസ്യമൊന്നുമില്ല. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ഇപ്പോൾ മോക്ക് ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകേണ്ട നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം, അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതാണ് ഇപ്പോൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മുകൾ നിലയിലാണ് ഇപ്പോൾ അപായം ഉണ്ടാകുന്നത് എങ്കിൽ അവിടേക്ക് എങ്ങനെയാണ് കയറി എത്തേണ്ടത്, അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഓരോരുത്തരായി മുകളിലേക്ക് കയറുന്നത് ഒരു സ്ക്രീനിൽ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു തീപിടുത്തത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കണം എന്നതിനുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ ഒരിടത്ത് കുടുങ്ങിപ്പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് എത്തേണ്ടത്, സുരക്ഷിത താവളങ്ങളിലേക്ക് മാറേണ്ടത്, അതെങ്ങനെയാണ്, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, അവർക്ക് ആദ്യം നൽകേണ്ട പരിഗണന എന്താണ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സേനാ വിഭാഗങ്ങൾ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ചെല്ലേണ്ടത് എങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു പരിശീലനം എന്ന രീതിയിലാണ് യുദ്ധ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ കടന്നുപോകുന്നത്. സുനിഷ അയലൂർ, തിരുവനന്തപുരത്തെ മോക്ക് ഡ്രിൽ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്? സുജയ, നിലവിലിപ്പോൾ ഇതാ മോക്ക് ഡ്രില്ല് ആരംഭിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും എങ്ങനെയാണ് ഒരു അപായ സൂചന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ടത് എന്നത് തന്നെയാണ്. ഏതായാലും വിവിധ ഇടങ്ങളിലായി 104 കേന്ദ്രങ്ങളിലായാണ് ഈ മോക്ക് ഡ്രിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഭാഗങ്ങളിലായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ അപായ സൂചന അല്ലെങ്കിൽ അപകട മുന്നറിയിപ്പായ 3 സൈറൺ 30 സെക്കൻഡ് വീതം വന്നത്. അതിന് പിന്നാലെ തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ പ്രവർത്തനം, അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനം അത് സജ്ജമായി കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ പല വിധേന ഏതൊക്കെ തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നത് നേരത്തെ തന്നെ നിർദ്ദേശമായി നൽകിയിരുന്നു. ആളുകൾക്ക് സൈറൺ, കൃത്യമായി തന്നെ സൈറൺ ഏത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൈറൺ ലഭിച്ച ഉടനെ തന്നെ എങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെയാണ് നടപടികൾ എടുക്കേണ്ടത് എന്നൊരു നിർദ്ദേശം തന്നെയാണ്. അത് വിവിധ ഓഫീസ് സമയങ്ങളാണ്, ഓഫീസുകളിൽ എങ്ങനെ, വീടുകളിൽ എങ്ങനെ, അങ്ങനെ തരം തിരിച്ചുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും നടത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഏതെങ്കിലും തരത്തിൽ മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു.